ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ലേഡീസ് പാൻറ്റിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയും പലാസോയുടെ കൂടെയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 2 പർപ്പസ് ആണ്. നമുക്ക് സാരിക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് വളരെ മോഡേൺ ആയിട്ട് ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം നമ്മളുടെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ അളവുകളും നമ്മളുടെ അളവിലേക്ക് ഓരോരുത്തർക്കും മാറ്റാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ 28 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇതിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആകുന്ന ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ക്ലോത്ത് കൊണ്ടാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതായത് ബനിയൻ ക്ലോത്ത് പോലത്തെ നമ്മളിങ്ങനെ വലിയുന്ന ക്ലോത്താണ്. അതിനെ 4ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ഈ അളവിന് ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾക്ക് എത്രയാണോ അളവ്, നമ്മളുടെ അളവ് അതനുസരിച്ച് നമ്മൾ ക്ലോത്ത് എടുത്തോണേ. ഫ്രണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അതായത് നമുക്ക് ഡബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഫ്രണ്ട് പോർഷൻ. കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും. നമ്മളുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ അളവാണ് നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടെടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ വലിയുന്ന ക്ലോത്ത് ആയതുകൊണ്ട് സീം അലവൻസ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ 28 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഇഞ്ചെന്ന് കിട്ടും. ആ 7 ഇഞ്ചാണ് നമ്മളിങ്ങനെ വിട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വിട്ടിൻ്റെ ഭാഗം ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വിട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ. അപ്പം നമ്മൾക്ക് 7 ഇഞ്ചാണ്, അതിൻ്റെ 3.5 നമ്മൾ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ 2 ഇഞ്ച് 2 സൈഡിലും താഴേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ 2 ഇഞ്ചിൽ നിന്ന് ഈ കറക്റ്റ് സെൻറ്ററിലേക്ക് ഒരു കർവ് പോലെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴേക്കൊരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും നമ്മൾ ഇതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ഭാഗങ്ങൾ തമ്മിൽ നമുക്ക് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിതാ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പ് കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ 2 പീസസ് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്തിനെ അളവുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് 7 ഇഞ്ച് തന്നെ നമ്മളുടെ 4ആയിട്ട് ചെസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ 28 ഇഞ്ച് ചെസ്റ്റ് ആയതുകൊണ്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു 9 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തിടത്ത് നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മുകളിലേക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുക. അവിടെ 7 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആ ഭാഗത്തും വിഡ്ത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് 2 പീസസ് ആണ് ലഭിക്കുന്നത്. അത് ഇത് നിവർത്തിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ബാക്ക് പോർഷനാണ് നമ്മളിപ്പം കട്ട് ചെയ്തത്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് ഒരു 12 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് ഇത് ക്ലോസ് ആയ സൈഡാണ്. ക്ലോസ് ആയ സൈഡിൽ നമ്മൾ ഒരു 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു 8 ഇഞ്ചാണ്. ഇനി നമ്മൾ ഈ 5 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ചിലേക്ക് ഇങ്ങനെ നമ്മൾ സ്ലീവ് ഒരു ഓവൽ ഷേപ്പ് പോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട അവിടെ. അതിനുശേഷം നമ്മൾ ഈ 5 ഇഞ്ച് പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 3 ഇഞ്ചോ 3.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് എത്രയാണോ വേണ്ടത്, ഒരു 3 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇവിടെ 3.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു
6 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പോയിന്റുകളെ തമ്മിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ നമ്മളിതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീവ് പോർഷനാണ് ലഭിച്ചിരിക്കുന്നത്. കറക്റ്റ് കണ്ടാൽ ഈ ഡ്രസ്സ് നമ്മൾ മേക്ക് ചെയ്ത് വരുമ്പോൾ സ്ലീവ്ലെസ് ആണെന്നേ തോന്നത്തുള്ളൂ. ഒരല്പം മാത്രമേ നമുക്ക് സ്ലീവായിട്ട് ഉള്ളൂ. ഇതാ ഇത്രയും മാത്രം നമുക്ക് ഇങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ലീവിലേക്ക് 2 ബെൽറ്റ് വേണം. ദാ ഇതുപോലെ 2 ബെൽറ്റാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് നമുക്കൊരു 12 ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് 1.5 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് 2 പീസസ് ആണ് വേണ്ടത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനുമായിട്ടാണ് നമ്മളിതാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 4 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത് നമുക്കൊരു 14 ഇഞ്ചുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾ പീസസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ആ സ്ലീവിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ആ ബെൽറ്റ് 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ബെൽറ്റിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ദാ സ്ലീവിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മളുടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത് ദാ അടുത്ത പീസ് ഇങ്ങനെ നമ്മൾ ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു ക്ലിപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുക, പിൻ കുത്തി കൊടുത്താലും മതി. അതിനുശേഷം സെൻറ്ററിൽ നമ്മൾ ദാ ഇങ്ങനെ പിൻ കുത്തി കൊടുക്കുന്നു. അതിനുശേഷം ദാ ഇത് കണ്ടോ, നമ്മളിങ്ങനെ വലിച്ച് സ്ട്രെച്ചബിളായ പീസസ് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വലിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ദാ ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയൊരു ചുളിവോടുകൂടി ഗാദറിങ്ങോടുകൂടി നമുക്ക് ഈ സ്ലീവ് 2 മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമേ. അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. അതിൻ്റെ ഒരു പീസ് എടുത്തതിലേക്ക് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെയും ആ സൈഡ് ഒരു സൈഡ് എടുത്ത് ദാ ഇതുപോലെ നമ്മൾ പിൻ കുത്തി കൊടുക്കുകയാണ്. അടുത്ത വശത്തേക്കും ഇങ്ങനെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശവും സ്ലീവും ഈ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഒരു പീസും ഉള്ള നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ്റെ തന്നെ അടുത്ത പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുത്ത് പിൻ കൊത്തി കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുമേ. അപ്പം നമ്മൾ എല്ലാ സ്റ്റിച്ചും 2 ടൈംസ് ചെയ്തോണേ. ആ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പം ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പോർഷൻ ഈ സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം അതിനെ 2ആയിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്ത് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 ഇഞ്ചിലേക്ക് നമ്മളുടെ സ്ലീവ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത്. സ്ലീവുകൾ ഒട്ടും തിരിഞ്ഞൊന്നും പോകാതെയൊക്കെ നോക്കി വേണം നമ്മൾ ഈ സമയത്ത് സ്ലീവ് ഇങ്ങനെ പിൻ കുത്തി കൊടുക്കാനായിട്ട്. 2 സ്ലീവും പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ 2.5 ഇഞ്ച് വിഡ്ത്തുള്ള പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ടാണ് നമ്മൾ ആ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഭാഗവും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ബാക്ക് ഭാഗം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ സ്ലീവ് ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മളൊന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തിന്നായിട്ടുള്ള ഇലാസ്റ്റിക് നമുക്ക് ത്രെഡ് പോലെ ഇരിക്കുന്ന ഇലാസ്റ്റിക് നമുക്ക് ലഭിക്കും. അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മൾ ഈ റീലിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുത്ത് അതിനുശേഷം ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുത്ത് അതിൻ്റെ ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ കൊടുത്താൽ മതി. എന്നിട്ട് മുകളിൽ സാധാ നൂല് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാ ത്രെഡ് എടുക്കുന്നത് പോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനെ കറക്റ്റ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ 2 വശത്തേക്ക് നമ്മളൊരു 3 ഇഞ്ച് വീതം ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നല്ല വശത്തിലൂടെയാണ്, അതായത് നമ്മളുടെ ആ ഇലാസ്റ്റിക് ചീത്ത വശത്തിലൂടെ റോങ് സൈഡിലൂടെ വരണം. അതുകൊണ്ട് നല്ല വശത്തിലൂടെ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു 3 ഇഞ്ചാണ് 2 സൈഡിലേക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അത് നമ്മളിങ്ങനെ ആ ഫുള്ള് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ
ഇത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ സാധാ ബ്ലൗസിന് ടക്ക് ഇടുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് നല്ല വശങ്ങൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത്, നല്ല വശം തന്നെയാണ് ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല വീതിയോടുകൂടി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വീതിയോടുകൂടിയുള്ള ഒരു സ്ട്രിപ്പാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതേ സെയിം രീതിയാണ് നമ്മൾ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ 2 പീസാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു പീസ് എടുത്ത് ഫ്രണ്ട് പോർഷനിൽ വെക്കുക, ഒരു പീസ് എടുത്ത് ബാക്ക് പോർഷനിലും വെക്കുക. ഫ്രണ്ട് പോർഷൻ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇലാസ്റ്റിക്കിൻ്റെ പോർഷനൊക്കെ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചു. ഇനി ബാക്ക് പോർഷൻ എടുത്തിട്ട് നമ്മൾ അതേ സെയിം അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നല്ല വീതിയോട് കൂടിയുള്ള ഒരു ബെൽറ്റാണ് നമുക്കിപ്പോൾ അവിടെ ലഭിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മളുടെ ഈ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ സൈഡ് അധികം ഒന്നും നമ്മൾ സീം അലവൻസ് ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗവും നമ്മളുടെ അളവുമായിട്ട് കറക്റ്റായിട്ട് എത്രയാണെന്ന് നോക്കി ആ സൈഡ് വഴി ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിപ്പോൾ ഒരു വെസ്റ്റേൺ മോഡലിലുള്ള ഒരു ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ അളവുകൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ജീൻസിൻ്റെ കൂടെയും ടോപ്പിൻ്റെ കൂടെയും ലേഡീസ് പാൻറ്റിൻ്റെ കൂടെയും ഉപയോഗിക്കാം, സാരിയുടെ കൂടെ ഉപയോഗിക്കാവേ. അപ്പം മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക്. അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു ഫേസ്ബുക്കും ഒരു ഇൻസ്റ്റയും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം നമ്മളുടെ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.